ഊട്ടി യാത്രയുടെ ആദ്യ ദിനമാണ്. വൈകിട്ട് 4:30 മണിക്ക് കണ്ണൂരിൽ നിന്ന് തിരിച്ച് നേരെ പോകുന്നത് സുൽത്താൻ ബത്തേരിക്കാണ്. കൊട്ടിയൂർ വഴി പാൽച്ചുരം കയറി മാനന്തവാടി വഴിയാണ് സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്നത്. ഏകദേശം 8 മണിയോടുകൂടി നമ്മൾ സുൽത്താൻ ബത്തേരി എത്തി. അവിടെ നിന്ന് അരമണിക്കൂർ 8:30 മണിക്ക് ബന്ധുവീട്ടിൽ ചീരാൽ എന്ന സ്ഥലത്തെത്തി. ചീരാലുള്ള ബന്ധുവീട്ടിലാണ് ആദ്യത്തെ ഹോൾട്ട്. അപ്പോൾ നമ്മളിന്നുള്ളത് വയനാട്ടിലാണേ. വയനാട് നമ്മൾ സുൽത്താൻ ബത്തേരിക്ക് അപ്പുറമുള്ള ചീരാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണെന്നുള്ളത്. നമ്മൾ ബന്ധുവീട്ടിലാണ്. വെല്ലിച്ചനെ കാണിച്ചോളൂ. വെല്ലിച്ചൻ രാവിലെ എണീറ്റ് വന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു യാത്ര പോകാണ്, ഊട്ടിയിലേക്കാണ്. അപ്പോൾ തണുപ്പ് ഇങ്ങനെ തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഊട്ടി തണുപ്പ് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി പോകുന്നതാണ്. ആണ് ഗൂഡല്ലൂർ. അപ്പം നമ്മൾ ഊട്ടീൻ്റെ മടിത്തട്ടിലെത്തിയില്ലേ. നമ്മളിപ്പോൾ ഗൂഡല്ലൂർ ടൗണിലെത്തിയ. ഗൂഡല്ലൂർ ടൗൺ എന്ന് പറഞ്ഞാൽ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വാഹനങ്ങളുടെ തിരക്കലിലുള്ള ഒരു ടൗണാണ്. റോഡും അത്ര ഗുണമുള്ള റോഡല്ല, പൊട്ടിപ്പൊളിഞ്ഞ റോഡല്ലാണ്, ഈ കുറഞ്ഞ റോഡാണ്. അനേകം വാഹനങ്ങളുണ്ട്. കാരണം ഈ വരുന്ന ഊട്ടിയിലേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം ഗൂഡല്ലൂർ വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് വാഹനങ്ങളുടെ അത്യാവശ്യം നല്ല തിരക്കാണ്. ഇപ്പോൾ ഊട്ടിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങി. ഇതാണ് ഫ്രോഗ് ഹിൽ. തവളേൻ്റെ ആകൃതിയിലുള്ള ഒരു മലനിരയാണ്. കാണാൻ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്ന സഞ്ചാരികളെല്ലാം ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് സൈറ്റാണ് നമ്മളെ ഫ്രോഗ് ഹിൽ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ടൗണാണ് ഗൂഡല്ലൂർ ടൗൺ. അപ്പോൾ അടുത്തതായി നമ്മൾ കാണുന്നതാണ് ഒരു യൂക്കാലിപ്സ് ട്രീൻ്റെ റോഡ് സൈഡിൽ തന്നെയുള്ള വലിയ വലിയ യൂക്കാലിപ്സ് ട്രീൻ്റെ മരങ്ങളാണ്. ഇവിടെ നിന്ന് നമ്മളൊരു ഫോട്ടോയിലെടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. സഞ്ചാരികളെല്ലാം ഇവിടെ വാഹനങ്ങൾ നിർത്തിയിട്ടും സൈഡിലെല്ലാം നിർത്തിയിട്ടെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിമനോഹരമായ യൂക്കാലിപ്സ് ട്രീൻ്റെ ഒരു മനോഹരമായ ദൃശ്യമാണ്. പ്രകൃതി ഭംഗി കൊണ്ടും ക്ലൈമറ്റ് കൊണ്ടും സഞ്ചാരികളുടെ എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അതിമനോഹരമായ അനുഗ്രഹീതമായ സ്ഥലം ഊട്ടി. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 46 കിലോമീറ്ററാണ് ഗൂഡല്ലൂരേക്കുള്ള ദൂരം. ഊട്ടിയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട അനവധി ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. അതൊക്കെ നമുക്കിന്ന് കണ്ടിട്ട് വരാം. കണ്ണൂരുകാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഊട്ടിയിലെത്താൻ ഏറ്റവും എളുപ്പമായ മാർഗം വയനാട് സുൽത്താൻ ബത്തേരി വഴി ഗൂഡല്ലൂർ വഴി ഊട്ടിയിലെത്തുക എന്നതാണ്. റോഡരികിൽ തന്നെ കിലോമീറ്ററോളം ദൂരത്തിൽ വലിയ വലിയ യൂക്കാലിപ്സ് ട്രീൻ്റെ തിങ്ങി നിറഞ്ഞുള്ള ഒരു മനോഹരമായ ദൃശ്യമാണ്. സഞ്ചാരികളെല്ലാം ഇവിടെ ഇറങ്ങി വാഹനങ്ങളെല്ലാം റോഡ് സൈഡിൽ നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിമനോഹരമായ ഒരു ദൃശ്യമാണിത്. ഗൂഡല്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്ററിനുള്ളിലായിട്ടാണ് നമ്മളിപ്പോൾ കണ്ട ഈ 2 സൈറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നതാണ് നീഡിൽ റോക്ക് വ്യൂ പോയിൻറ്റ്. ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് ഗൂഡല്ലൂരിൽ നിന്ന്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് റോഡ് സൈഡിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ ദൂരത്ത് നടന്നിട്ടാണ് പോകേണ്ടത്. സൂക്ഷിക്കുക, കുട്ടിയാണ് ഞാൻ തോന്നുന്നു. ഇവിടെ 3-4 ഫോറസ്റ്റ് ഗാർഡുമാരുണ്ട്. ഇവിടെ ആനയുടെ ക്രോസിങ് നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആന താഴെ 3-4 ആനകൾ താഴെ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് കാണുന്നതാണ് ഈ ഫ്രോഗ് ഹില്ല്. ഇന്ന് പൊതുവെ ഒരു മൂടൽ മഞ്ഞാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിസിബിളായിട്ടൊന്നും കാണാൻ പറ്റില്ല. താഴത്തേക്ക് കൂടി പോകുന്ന ഈ ഗൂഡല്ലൂരിൽ നിന്ന് വരുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്നത്. ഈ വ്യൂ പോയിൻ്റ് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണ്. അതിമനോഹരമായിരിക്കുന്നുണ്ട്. ഇത് ഗൂഡല്ലൂർ ടൗണാണ് ഈ ദൂരത്തുനിന്ന് കാണുന്നത്. പക്ഷേ അത് അത്ര വ്യക്തമല്ല. നമുക്ക് ഇവിടുന്ന് കാണുമ്പം അത്ര വ്യക്തമല്ല. കാരണം ഈ ഒരു മൂടൽ മഞ്ഞുണ്ട്, തണുപ്പ് തുടങ്ങിയല്ലോ. ഒരു ക്ലൗഡ്സ് മൂടിക്കിടക്കുന്നതുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങളൊന്നും അത്ര വ്യക്തമല്ല. ഈ ക്ലൗഡ്സ് ഒന്നും ഇല്ലെങ്കിൽ അതിമനോഹരമായി നമുക്ക് ഗൂഡല്ലൂർ ടൗണിലും ഈ വ്യൂ പോയിൻ്റിൽ നിന്ന് കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇത് അത്ര വ്യക്തമായിട്ട് കാണുന്നില്ല ഇപ്പോൾ. അതുപോലെ താഴ്വാരങ്ങളിലുള്ള വില്ലേജുകളും വീടുകളെല്ലാം കാണാമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഒരുപാട് കുട്ടികൾ, നമ്മളെ കേരളത്തിൽ നിന്ന് തന്നെ സ്കൂൾ കുട്ടികൾ, ഒരുപാട് കുട്ടികൾ ഇവിടെ വിസിറ്റിന് വന്നിട്ടുണ്ട്. അവരുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളെല്ലാം കാണുന്നത്. എങ്കിലും മനോഹരമാണ് ഇവിടെ നിന്ന് നോക്കി കാണാൻ.
ആ കാണുന്നത് കാട്ടാടിൻ്റെ ഒരു ശില്പമാണ് കേട്ടോ, ഒറിജിനൽ ജീവനുള്ളതല്ല, അത് സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ശില്പമാണ്. അങ്ങനെ നമ്മൾ നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റിൽ നിന്ന് ഊട്ടിയുടെ മനോഹരമായ ദൃശ്യങ്ങളെല്ലാം കണ്ട് തിരിച്ചു പോയായിരുന്നു. ഇവിടുന്ന് ഒരു 300 മീറ്റർ, മെയിൻ റോഡിലേക്ക് ഒരു 300 മീറ്റർ ദൂരം നടക്കാനുണ്ട്. നടപ്പാതയുണ്ട്, നന്നായി സിമെൻ്റ് ഇട്ട നടപ്പാതയിലൂടെ നടക്കുകയാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റുണ്ട്, അടിപൊളി കാറ്റ്. അതാ മനോഹരമായ ദൃശ്യം ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ. അടിപൊളി ദൃശ്യമാണ്. റോഡിൻ്റെ ഇങ്ങേക്കരയിൽ കാണുന്ന ദൃശ്യമാണ്. തേയിലത്തോട്ടാണ്, തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലുള്ള വീടുകളാണ്. ഇതാണ് മറ്റൊരു സ്പോട്ട്, ഇന്ദിരാനഗർ. നമുക്ക് തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കയറിയിരുന്ന് ഫോട്ടോ എടുക്കാനുള്ള നല്ല മനോഹരമായ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെയെല്ലാം കുറേ സഞ്ചാരികൾ വാഹനങ്ങളെല്ലാം നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളവിടെ വാഹനം നിർത്തിയില്ല, ആ സ്പോട്ടിനെ നമ്മൾ അവോയ്ഡ് ചെയ്തു. നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഊട്ടിയുടെ മനോഹരമായ ദൃശ്യങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ചെറിയൊരു തണുപ്പ്, ചെറിയൊരു മൂടൽ മഞ്ഞ്, തണുപ്പിൻ്റെ ആരംഭമാണ്. ഏകദേശം ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് അടുത്ത പോയിന്റ് വരുന്നത്, പായ്ക്കര ബോട്ട് ഹൗസ്. മെയിൻ റോഡിൽ നിന്ന് വലതുവശത്തായി ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാറിയാണ് ഈ പോയിന്റ്. ഏതായാലും തൽക്കാലം നമ്മൾ ആ പോയിന്റിലേക്ക് പോകുന്നില്ല, തിരിച്ചു വരുമ്പോൾ പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മുന്നോട്ട് പോയാലാണ് പായ്ക്കര വാട്ടർഫാൾസ് വരുന്നത്. അവിടെയും നമ്മളിപ്പോഴും കയറുന്നില്ല, തിരിച്ചു വരുമ്പോൾ കയറാമെന്നുള്ള ആശയത്തിലാണ്. ഊട്ടിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത് നേരെ ഊട്ടിയിലേക്ക് വരാനാണ്. ഊട്ടിയിൽ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയതിനു ശേഷം അവിടെയുള്ള സൈറ്റുകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നാളെ തിരിച്ചു വരുമ്പം പായ്ക്കര ബോട്ട് ഹൗസും പായ്ക്കര വാട്ടർഫാൾസ് എല്ലാം കയറാമെന്നാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നേരെ ഊട്ടിയിലേക്കാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഊട്ടിയിൽ വരുന്നത്. നമ്മൾ ഊട്ടി എത്താറായി എന്നാണ് തോന്നുന്നത്. എനിക്ക് ഊട്ടിയൊന്നും അത്ര പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഊട്ടിയിൽ, നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പുള്ളിയെ കണ്ട് അതിന് ശേഷം നമ്മൾ റൂം ഓക്യുപ്പൈ ചെയ്തതിന് ശേഷം നമ്മളടുത്ത് സ്പോട്ടിലേക്ക് പോകുന്നതായിരിക്കും. പുരിഞ്ചേച്ച് അവരെ എണ്ണ ചൊല്ലിയത് നമുക്ക് കൊടുത്തു. മലയാളത്തിൽ പറയാം, ഞാൻ മലയാളി. ചെന്നൈ സിൽക്സാ, ശിവാനി ടെക്സ്റ്റൈൽസ്. ശിവാനി ടെക്സ്റ്റൈൽസ് ആരൊക്കെ ചുരിദാർ നോക്കണേ. നമ്മുടെ സുഹൃത്ത് വഴിയരികിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞത്, അവരെയും നോക്കിയിട്ടുള്ള യാത്രയാണ്. അതാണ് നമ്മൾ കുറച്ച് സ്ലോ ഡൗൺ ആയിട്ട് പോകുന്നത്. ഇവിടെ എവിടെയോ ഒരു സ്പോട്ട് പറഞ്ഞിട്ടുണ്ട്, അത്ര വ്യക്തമായില്ല. എന്നാലും നമുക്ക് വഴിയിൽ മുന്നോട്ട് പോയി നോക്കാം, അവിടെ എവിടെയും കാണാം. ഊട്ടിൻ്റെ മനോഹര ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഗായ്സ്. അടിപൊളി. കണ്ണൂരിൽ നിന്നും ഏകദേശം 200 കിലോമീറ്റർ താഴെയുള്ള ഊട്ടിയിലേക്കുള്ള ദൂരം. പക്ഷെ നമ്മൾ ഇതുവരെ വന്നില്ല. കണ്ണൂരിൽ നിന്ന് ഡയറക്റ്റ് ബസ്സുണ്ട്, നമുക്ക് വൈകിട്ട് എല്ലാം KSRTC ബസ്സുണ്ട്. വൈകുന്നേരം പുറപ്പെട്ട് കഴിഞ്ഞാൽ രാവിലെ ഇവിടെ എത്തുന്ന തരത്തിലുള്ള ബസ്സുകൾ അനവധിയുണ്ട്. പക്ഷെ നമ്മളിതുവരെ ഊട്ടിയിൽ വരാൻ ശ്രമിച്ചില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മളെ സുഹൃത്ത് കണ്ടു, നമ്മൾ സുഹൃത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മളെ ജേക്കബ് സാറാണ്. നമസ്തേ സാർ. നമ്മള് കുറേ വർഷത്തിന് ശേഷമാണ് അത് നമ്മൾ വെളിയിൽ നിന്ന്. 30 വർഷമായി. ഇപ്പൊ എങ്ങോട്ടാ വരേണ്ടത്? അതെ, ഇത് വണ്ടി അതിലേ പോവാ. ഇവരാണ് ജേക്കബ് സാറ്. നമ്മൾ ഒരുമിച്ച് കുറേ വർഷം സർവീസ് ചെയ്തതാണ്. ഒരു 30 വർഷത്തിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ഊട്ടിയിൽ വെച്ച് കാണുകയാണ്. കുറേ വർഷം, 10-20 വർഷം ഒരുമിച്ച് സർവീസ് ചെയ്ത. ഇപ്പൊ പെൻഷനായിട്ട് പാത്തിട്ട് 30 വർഷമായി. ഒരുമിച്ച് 10-20 വർഷം ഒരുമിച്ച് സർവീസ് ചെയ്ത ആളാണ്. ഇവർ ഊട്ടിയിൽ തന്നെ പക്കത്ത് വരെ നമ്മ ഊരിൽ നിന്ന് 200 കിലോമീറ്റർ. ഇപ്പൊ തടി വെച്ച് വയറിൽ ചാടി. ഇവർ ഹോക്കി പ്ലെയർ, സർവീസസ് പ്ലെയർ. ഇവർ സർവീസസ് പ്ലെയർ, ഹോക്കിയുടെ സർവീസസ് പ്ലെയറാ. ഇപ്പം വയറിൽ ചാടി.
ഉച്ചയായി നമ്മൾ നേരെ ഒരു ഹോട്ടലിലേക്കാണ് പോയത്. ഉച്ചഭക്ഷണവും ഹോട്ടലിൽ നിന്ന് ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. നല്ല അടിപൊളി ശാപ്പാട്, ഫസ്റ്റ് ക്ലാസ് ശാപ്പാട് കഴിച്ച് നമ്മൾ അടുത്ത റൂമിലേക്ക് പോയി റൂമിൽ സാധനങ്ങളും വെച്ച് അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഈ ഹോട്ടലുകളിൽ ചാറിങ് റോഡിലാണ് രുചി ഭവൻ എന്ന് പറയുന്ന ഹോട്ടലാണ്. നല്ല അടിപൊളി ഭക്ഷണമാണ്, വെജിറ്റേറിയൻ, പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. നമ്മൾ പോകുന്നത് ദൊഡ്ഡബെട്ടു പീക്കിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. ഈ ക്രോസാണ് ചാറിങ് ക്രോസ്. അപ്പോൾ ഈ ചാറിങ് ക്രോസിൽ തന്നെയാണ് ചാറിങ് ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. ഇവിടെയാണ് താമസിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഹോൾട്ട് ചെയ്യും. അപ്പോൾ ദൊഡ്ഡബെട്ടു പീക്കിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഇവിടുന്ന് 7 കിലോമീറ്ററാണ് അവിടത്തേക്കുള്ള ദൂരം. അങ്ങനെ നമ്മൾ ഉച്ചഭക്ഷണത്തിന് ശേഷം ദൊഡ്ഡബെട്ടു പീക്കിലേക്ക് ഊട്ടിയുടെ നഗരമധ്യത്തിലൂടെ ഊട്ടിയുടെ മനോഹാരിതയെല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററാണ് ദൊഡ്ഡബെട്ടു. കൂടെ നമ്മുടെ സുഹൃത്തായ ജേക്കബ് സാറുണ്ട്. ഏകദേശം നമ്മളൊരു 20 വർഷം ഒരുമിച്ച് സർവീസ് ചെയ്തായിരുന്നു. ഒരു 30 വർഷത്തിന് ശേഷമാണ് നമ്മൾ ആദ്യമായിട്ട് പിന്നീട് കാണുന്നത് ഊട്ടിയിൽ വെച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു യാത്രയാണിത്. ടീ ഗാർഡൻ. ടീ ഗാർഡനിൽ ഫോട്ടോ എടുക്കാം അല്ലേ. നമ്മൾ ദൊഡ്ഡബെട്ട എത്തി. ദൊഡ്ഡപേട്ട അല്ലേ, ദൊഡ്ഡപേട്ട. അപ്പം നമ്മൾ ദൊഡ്ഡപേട്ട പീക്ക് പോയിന്റിലെത്തി. നമുക്ക് വാഹനം ഇവിടെ പാർക്ക് ചെയ്തു. ജേക്കബ് സാർ ഇവിടെ വാഹനത്തിനടുക്ക് പോയത് നമ്മളോട് പോയി കണ്ടോളാനാണ് പറഞ്ഞത്. അവിടെ നിന്ന് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. ഒരു 200 മീറ്റർ ദൂരത്തിലൂടെ വഴിയുടെ 2 സൈഡിലായിട്ട് ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന സുവനീർ കടകളാണ്. നേരെ നമ്മൾ വ്യൂ പോയിന്റിൽ ദൊഡ്ഡബെട്ടു പീക്ക് പോയിന്റ്, ഈ കാണുന്ന ടവറാണ്. ഇതിൻ്റെ മേലെ കയറിയിട്ട് നമുക്ക് കാണാം, കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം. ദൂരെയുള്ള കാഴ്ചകൾ വരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ പൊതുവേ ഒരു ക്ലൗഡ്സ് ആയ അന്തരീക്ഷം ആയതുകൊണ്ട് നമുക്ക് വിസിബിളല്ല, ദൂരെ ഒന്നും കാഴ്ചകളൊന്നും വിസിബിളല്ല. ഇവിടെ നിന്ന് ദൂരത്ത് നമ്മൾ കാണുന്നത് കർണാടകത്തിൻ്റെ ബോർഡറാണ്. പക്ഷേ ഇപ്പോൾ കാണുന്നില്ല, വിസിബിളല്ല, ആകെ മേഘാവൃതമാണ് ആകാശം മുഴുവൻ. ദൂരെ കാണുന്നത് കർണാടകത്തിൻ്റെ ബോർഡറാണ്. ഇനി നമുക്ക് ഈ വ്യൂ പോയിൻ്റ് മുകളിൽ കയറിയിട്ടുള്ള ദൃശ്യങ്ങളൊന്ന് നോക്കാം. ഇതിന് മുകളിലായിട്ട് ഒരു ബൈനാക്കുലർ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിൽ കൂടി ഈ മലനിരകളുടെ കംപ്ലീറ്റ് വ്യൂവും എല്ലാം 3 സംസ്ഥാനങ്ങളുടെ ഒന്നിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇതെല്ലാം നന്നായിട്ട് കാണാം. പക്ഷേ ഇപ്പോൾ കോടയായതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ബൈനാക്കുലർ വെച്ച് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഒന്നും കാണാനില്ല. ഊട്ടിയിലെ ഏറ്റവും ഉയർന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. കാണാൻ അതിമനോഹരം തന്നെയാണ്. പക്ഷേ നമ്മൾ നിർഭാഗ്യവശാൽ നമുക്കിന്ന് കാണാനുള്ള ദൂരെയുള്ള കാഴ്ചകൾ കാണാനുള്ള സൗഭാഗ്യമില്ല. എല്ലാം കോടമഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ്. ദൊഡ്ഡപേട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മലനിരകളിൽ നിന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് ഊട്ടി പട്ടണമാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത്. അത് തന്നെ അത്ര ക്ലിയറല്ല. ഇപ്പം ഊട്ടിയിൽ നിന്നൊരു 4-5 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പോലും ഈ കോടമഞ്ഞ് കാരണം നമുക്കത് വ്യക്തമായി കാണുന്നില്ല. ഊട്ടി കാണാൻ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഏറ്റവും നല്ല സൂട്ടബിളായ ടൈം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിസിബിലിറ്റി നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ ഡിസംബർ ആകുമ്പം നമുക്ക് ഇതേമാതിരിയുള്ള വ്യൂ പോയിന്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ സുന്ദരമായിട്ട് കാണാൻ പറ്റില്ല. അതുമാത്രമല്ല ഡിസംബറിലാകുമ്പോൾ നല്ല തണുപ്പ് തുടങ്ങും. തണുപ്പ് ആസ്വദിക്കണമെങ്കിൽ ഡിസംബർ ജനുവരിയിൽ വരണം. ഇപ്പോഴേ കുറച്ച് നല്ല രീതിയിൽ രാവിലെ തണുപ്പുള്ളൊരു സമയമാണ്. ഡിസംബർ ഫസ്റ്റാണ് നമ്മളിപ്പോൾ പോയത്. മെയ് ജൂണിലാണെങ്കിൽ നമുക്കിവിടെ അപ്പോഴാണ് ഇവിടുത്തെ പുഷ്പോത്സവമെല്ലാം നടക്കുന്ന സമയം. അപ്പം അതും കാണാം. ഇതേമാതിരി വ്യൂ പോയിന്റിൽ പോയി കഴിഞ്ഞാൽ നന്നായി നല്ല വിസിബിളായിട്ട് നമുക്ക് ദൂരെയുള്ള ഈ പീക്ക് പോയിൻ്റ് മെയിലാണെങ്കിൽ അതിമനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ക്ലൈമറ്റ് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമുക്കത് അത്ര ആസ്വദിക്കാൻ പറ്റുന്നില്ല. ദൊഡ്ഡപേട്ട വ്യൂ പോയിന്റിൽ ഈ ഒരു മെയിൻ വ്യൂ പോയിൻ്റിൽ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങി കുറച്ച് ദൂരം ഒരു 100-150 മീറ്റർ ദൂരത്തിൽ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്പോട്ടുണ്ട്. സൂസൈഡ് പോയിൻ്റാണ് പോലും. അപ്പോൾ അവിടെ ആത്മഹത്യയും ചെയ്ത് കാണും. അതുകൊണ്ട് അവിടെ ഫെൻസിങ് ഇട്ട് കവർ ചെയ്തിട്ടാണ് ചുറ്റിനും. അപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളുണ്ട്, അതിമനോഹരമാണ്. നമുക്കെന്നാലും വ്യക്തമല്ലെങ്കിലും നല്ല ക്ലിയറായിട്ട് ഊട്ടിയുടെ എല്ലാം ടൗണിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ കാണാം അവിടെ. ഇപ്പം ക്ലൈമറ്റും കൂടി നമുക്ക് കുറച്ച് അനുകൂലമാണെങ്കിൽ നല്ല ക്ലിയറായിട്ട് നമുക്ക് നന്നായി വ്യൂ ആസ്വദിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ തിരിച്ച് ആ പോയിൻ്റിൽ നിന്ന് തിരിച്ച് ആ മെയിൻ വ്യൂ പോയിൻറ്റിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ദൊഡ്ഡപേട്ട വ്യൂ പോയിൻ്റ് മെയിൻ വ്യൂ പോയിൻ്റിൽ നിന്ന് നമ്മൾ കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോവുകയാണ്. അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്.
നമുക്ക് രണ്ടാക്കി പോകുന്നു. ഇതാ വെള്ളം കിട്ടും കേട്ടോ. വാട്ടർ ATM ഇവിടെ ഉണ്ട്. പൈസ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം കിട്ടും. ദൊഡ്ഡബെട്ട കണ്ട് നെക്സ്റ്റ് നമ്മൾ ടീ ഫാക്ടറിയിലേക്ക് പോകുന്നതാണ്. ടീ മ്യൂസിയം, ടീ ഫാക്ടറി. ഇതാ കണ്ട കോട ഇങ്ങനെ ഓടുന്നു. സമയം 3 മണി ആയിട്ടേ ഉള്ളൂ. കോട ഇങ്ങനെ പോകുന്നുണ്ട്. 2:30 മണി ആയിട്ടുള്ളൂ, 3 മണി ആയിട്ടില്ല. എന്താ കോട മഞ്ഞ് നോക്കിയാൽ. വണ്ടി നല്ല കെയർഫുള്ളായിട്ട് ഓടിക്കണം இந்த ഏരിയയിൽ. ടീ ഫാക്ടറി ഇല്ല. അപ്പം നമ്മൾ ടീ ഫാക്ടറിയിലേക്ക് പോവാന്ന്. നേരെ അങ്ങോട്ടേക്ക് പോകും അല്ലേ? ടീ ഫാക്ടറി. ഈഗിൾ ഡെയർ അഡ്വഞ്ചർ, എന്താ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെ ഉണ്ടല്ലോ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ റോഡരികിലായിട്ടൊരു ടീ ഫാക്ടറി ഉണ്ട്. നമ്മളതിൽ പോകുന്നില്ല. അതിലേക്കാളും നല്ലത് മറ്റേ ഉള്ളിലുള്ള ദൊഡ്ഡബെട്ടു ടീ ഫാക്ടറി ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ആ റോഡരികിൽ നിന്ന് കുറച്ച് ഒരു 100 മീറ്റർ മുന്നോട്ടായിട്ടാണ് ഈ ഒരു ടീ ഫാക്ടറി. ലെഫ്റ്റ് സൈഡിൽ തന്നെ മുകളിൽ നമ്മൾ പിക്ക് പോയിന്റ് തിരിച്ചു വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട്. നമ്മൾ നേരത്തെ കണ്ട അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെ ബൈക്ക് റൈഡേഴ്സാണ് ഈ പോകുന്നത് നമ്മൾ മുന്നിലായിട്ടുള്ളത്. ഇത് ടീ ഫാക്ടറിൻ്റെ മുന്നിലുള്ള പാർക്കിംഗ് ആണ്. അവിടുന്ന് ഇതേമാതിരി ഒരു പ്ലാറ്റ്ഫോം കെട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഊട്ടിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ അതിമനോഹരമായിട്ട് നമുക്ക് ഇവിടുന്ന് കാണുകയും ചെയ്യാം. ഇവിടുന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. ആ കുന്നൻ മുകളിലുള്ള ചെറിയ ചെറിയ വീടുകളിലും കാണാൻ അതിമനോഹരമായിരിക്കും. ഞാൻ വിചാരിക്കും അവിടെയെല്ലാം എങ്ങനെയാണെന്ന് വെള്ളത്തിക്കാവുന്നു. വെള്ളത്തിൻ്റെ എല്ലാം എങ്ങനെയാണെന്ന്. അവിടെ മലമുകളിൽ സാധാരണ വെള്ളം ഉണ്ടാവും എങ്കിലും. അപ്പം നമ്മൾ ടീ ഫാക്ടറിനകത്ത് കയറിയ 10 രൂപയാണ് എൻട്രി ചാർജ്. അപ്പോൾ തേയില പറിച്ചെടുത്ത് തേയില ടീ പൗഡർ ആവുന്നത് വരെയുള്ള പ്രോസസ്സാണ് ഇവിടെ നടന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറേ സ്കൂൾ കുട്ടികളുണ്ട് കൂടെ, നമ്മളെ കൂടെ തന്നെ. അത് ഇതിനോട് തൊട്ട് തന്നെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു റിബൺ തരും, ഒരു ബാൻഡ്, കയ്യിലൊരു ബാൻഡേജ് കിട്ടും. ആ ബാൻഡേജ് കാണിച്ചാൽ നമുക്ക് ചോക്ലേറ്റ് കിട്ടും. അതുകൂടാതെ ഇവിടുന്ന് ഒരു ഗ്ലാസ് ചായയും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ 10 രൂപ കൊടുക്കുന്നതിൽ നഷ്ടമില്ല. ടീ ഫാക്ടറിയും കാണാം, ചായപ്പൊടി ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണാം, അത് ഫ്രീ ആയിട്ട് ചായ കുടിക്കാം. അതേമാതിരി നമുക്ക് ഒരു ചോക്ലേറ്റും അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ടീ ഫാക്ടറി 20 രൂപ ചാർജാണ് ഒരാൾക്ക്. 3 ടിക്കറ്റ് എടുത്ത് ഇവിടെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. ഇവർ ഗൂഗിൾ പേ അലോഡ് ചെയ്യുന്നു. ഗൂഗിൾ പേയിലെ കാർഡ്, ക്യാഷ് എടുക്കുന്നില്ല. അപ്പോൾ വരുന്നവരെ ശ്രദ്ധിക്കുക. വിത്തൗട്ട് ക്യാഷ്, ഓൺലി ഗൂഗിൾ പേ ആൻഡ് കാർഡ്. ഇതാണ് നമ്മളെ ചായ ഫാക്ടറി. നമ്മളെല്ലാം കുടിക്കുന്ന ചായ ഉണ്ടാക്കുന്ന, ചായപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറിയാണെന്ന് പോലും. ഇതാണ് ചായച്ചെടിയുടെ ഇല നുള്ളി കൊണ്ടുവന്നിട്ട് ഇതേമാതിരി ഇനി ഇവിടെ നിന്നാണ് പ്രോസസ്സിങ് നടക്കുന്നത്. ഇതേമാതിരിയുള്ള ചെറിയ ചെറിയ തൊട്ടികളിൽ കൊണ്ടുവന്നിട്ട് അതടുത്ത മെഷീനിലേക്ക് കൊണ്ടിടുന്നതാണ്. അവിടെ നിന്ന് മെഷീനിൽ അത് വേറെ മെഷീനിലേക്ക് പോയി ചെറിയ ചെറിയ പീസുകളാക്കി ഉണക്കി ചായപ്പൊടി ആവുന്നത് വരെയുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ഫാക്ടറിയിൽ കാണാൻ പറ്റും. ഫാക്ടറിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ വെളിയിലോട്ട് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണ്. താഴെ കാണുന്ന മെഷീനിൽ നമ്മൾ കാണുന്നത് ഈ ഇലയെല്ലാം ചെറിയ പീസുകളായി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് അടുത്ത് ഉണക്കുന്ന പ്രോസസ്സാണ് നടക്കാൻ പോകുന്നത്.
ഇവിടെ എത്തുമ്പോഴേക്കും ചായ ഇലയെല്ലാം പീസുകളാക്കി ചെറിയ പീസുകളാക്കി ഉണങ്ങി അത് പാക്കാക്കി കഴിഞ്ഞു. ഇപ്പോൾ ചായപ്പൊടിയെല്ലാം ചാക്കുകളാക്കി പാക്കിംഗ് ആക്കി കഴിഞ്ഞു. ഇനി ഇതിനെ മാർക്കറ്റിലേക്ക് അയക്കുകയാണ് ഇവിടുന്ന് ചെയ്യാറ്. ഇതാണ് ദൊഡ്ഡപേട്ട ടീ ഫാക്ടറി. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ ചായപ്പൊടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, വരുന്നുണ്ടോയെന്നറിയില്ല. എങ്കിലും നമ്മൾ തേയില ചായപ്പൊടി ആകുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ഗ്ലാസ് ചായ വരെ തരും. ഇത് ഈ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റാണ്. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പലതരത്തിലുള്ള ചായപ്പൊടികളുണ്ട്. ജിഞ്ചർ ചായ, ലെമൺ ചായ, അങ്ങനെ പല ചായകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും വാങ്ങാം, പർച്ചേസ് ചെയ്യാം. അതിനുള്ള ഒരു ഔട്ട്ലെറ്റ് ഇവിടെയുണ്ട്. അതിനോടടുത്താണ് ചോക്ലേറ്റ് ഫാക്ടറി. ചോക്ലേറ്റ് ഫാക്ടറിയുടെ എൻട്രൻസിൽ തന്നെ നമ്മൾ ബാൻഡേജ് കാണിക്കാൻ വരും. നമ്മൾക്ക് 2 ചോക്ലേറ്റ് തരും. അത് കഴിഞ്ഞ് നമുക്ക് ഉള്ളിൽ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണാം. പിന്നെ ചായപ്പൊടിയുടെ ഔട്ട്ലെറ്റ് മാതിരി ഇവിടെ ചോക്ലേറ്റിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. നമുക്ക് അവിടുന്ന് ചോക്ലേറ്റ് എത്ര വേണമെങ്കിലും യഥേഷ്ടം വാങ്ങാം. ഇതാണ് ഇവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സ്. ഇതിനെ വിവരിച്ചു തരാനൊന്നും ഇവിടെ ആരുമില്ല. തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ ഔട്ട്ലെറ്റാണ്. നമുക്ക് ചോക്ലേറ്റ് വാങ്ങാം. പക്ഷേ ചോക്ലേറ്റ് വാങ്ങാൻ ഒരുപാട് ജനങ്ങളുണ്ട്. നമ്മൾ വാങ്ങൽ സാധ്യമല്ല, അത്രയധികം തിരക്കുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയും തേയില ഫാക്ടറിയും കണ്ടു. അതിന് വെളിയിൽ വന്ന് ഇത് പാർക്കിംഗ് ഗ്രൗണ്ടാണ്, ബസ്സെല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഊട്ടിയുടെ മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഏതായാലും മനസ്സ് നിറഞ്ഞു. ഊട്ടിയിൽ വന്ന് ഒരു തേയില ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും കണ്ട് അതിമനോഹരമായിരിക്കുന്നു. ഊട്ടിയുടെ ദൃശ്യം തന്നെ അതിമനോഹരം തന്നെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും റൈഡുകളെല്ലാം നടക്കുന്ന സ്ഥലം. ഏതായാലും നമ്മൾ അവിടെയൊന്നും പോകുന്നില്ല, നേരെ തിരിക്കുവാണ്. കുതിരസവാരിക്കായി കുറച്ച് കുതിരകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയായാലും എല്ലാ സ്പോട്ടിലും കുതിരകളുണ്ട്. നമുക്ക് കുതിരസവാരി എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതാ ഒരാൾ ഒരു കുതിരയെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അയാൾ കുതിരസവാരി ചെയ്യുകയാണ്. നമ്മുടെ സുഹൃത്ത് ഇവിടെ നമ്മളെയും കാത്തിരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഉള്ളിൽ വന്നില്ലായിരുന്നു, കാരണം അവർ ഇവിടെ തന്നെയുള്ള ആൾ, അവർക്ക് എന്ത് ഫാക്ടറി കാണണം. അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. ബാക്കി നല്ല കോയമ്പത്തൂർ അങ്ങനെ നമ്മൾ ദൊഡ്ഡപേട്ട ടീ ഫാക്ടറി കണ്ടു, ചോക്ലേറ്റ് ഫാക്ടറി കണ്ടു. തിരിച്ചു വരുവാണ്. ഇത് ഏകദേശം ഊട്ടിയിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ദൂരത്താണ്. കുറച്ച് ഉയർന്ന പ്രദേശമാണ്, ഹൈറ്റാണ്, അങ്ങോട്ട് കയറ്റാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ ഊട്ടിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ ഈ ഇറങ്ങി വരുന്ന സമയത്ത് കാണുന്ന ദൃശ്യങ്ങളാണിത്. അതിമനോഹരമായി കുന്തൻ ചെരുവുകളിലുള്ള അനേകായിരം വീടുകൾ, അതിമനോഹരമായ ദൃശ്യം. അങ്ങനെ നമ്മൾ അടുത്തത് നമ്മൾ വാക്സ് മ്യൂസിയം ഉണ്ട് സൈഡിൽ, നമ്മൾ പോകുന്ന വഴിക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വാക്സ് മ്യൂസിയം കാണാനുള്ള പുറപ്പാടിലാണ്. അവിടത്തേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അത് നമ്മൾ പോകുന്ന വഴിയിൽ തന്നെയാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്.
വാക്സ് മ്യൂസിയത്തിൽ ആദ്യം തന്നെ കാണുന്ന ഗാന്ധിജീൻ്റെ പ്രതിമയാണ്. അങ്ങനെ വാക്സ് മ്യൂസിയം കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. വാക്സ് മ്യൂസിയത്തിലും വാക്സ് കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് പ്രതിമകളാണ്. ഇത് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. കൂടാതെ ഇവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഒരു ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് അവിടെ നിന്ന് വാങ്ങാൻ കഴിയാത്തവർക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. ചോക്ലേറ്റ് ഫാക്ടറിയിലുള്ള ഔട്ട്ലെറ്റ് നമുക്ക് ചോക്ലേറ്റ് വാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല, കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇവിടെ ആരുമില്ല. ഇവിടുന്ന് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് വാങ്ങി പോകാമെന്ന് വിചാരിച്ചു. അടുത്ത് നമ്മൾ പോകുന്ന റോസ് ഗാർഡനിലേക്കാണ്. റോസ് ഗാർഡനിൽ എൻട്രൻസ് ഫീസ് 75 രൂപ. അതുമാതിരി പാർക്കിംഗ് പ്ലേസിന് ചാർജ് കൊടുക്കണം. ക്യാമറയ്ക്ക് 50 രൂപ വേറെ കൊടുക്കണം. അപ്പോൾ ഊട്ടിയിലെ പ്രസിദ്ധമായ ഒരു ഗാർഡനാണ്, അതിപ്രസിദ്ധമായ ഒരു ഗാർഡനാണ് റോസ് ഗാർഡൻ. ഒരുപാട് സിനിമയിൽ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് റോസ് ഗാർഡൻ. ആക്ച്വലി നമ്മൾ വരേണ്ടത് മെയ് ജൂൺ മാസത്തിലാണ്. അപ്പോഴാണ് ഇവിടെ ഈ ഫ്ലവർ ഷോയിലും കാണാനും ഫ്ലവറിലും കാണാനുള്ള ചാൻസ്. ഇപ്പം ഫ്ലവറൊന്നുമില്ല, ഇപ്പോഴ് പൂക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര സുഖമില്ല നമുക്ക് റോസ് ഗാർഡൻ കാണാൻ. എങ്കിലും ടൂറിസ്റ്റുകൾ ഇഷ്ടമാതിരി വരുന്നൊരു സ്ഥലം തന്നെയാണ്. ഒരുപാട് സിനിമകൾക്ക് പശ്ചാത്തലമായിട്ടുള്ള ഒരു ഗാർഡനാണ് റോസ് ഗാർഡൻ. ഊട്ടിയുടെ പ്രധാന ഒരു ആകർഷണ കേന്ദ്രം കൂടിയാണ് ഈ റോസ് ഗാർഡൻ, അതേമാതിരി ബൊട്ടാണിക്കൽ ഗാർഡൻ. റോസ് ഗാർഡൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് കർണാടക ഗാർഡനാണ്. ഇവിടുന്ന് കുറച്ച് ദൂരത്തിലാണ് കർണാടക ഗാർഡൻ. ഊട്ടിയിൽ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു ഗാർഡൻ കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നി. ഊട്ടി എന്ന സംസ്ഥാനം തമിഴ്നാടിൻ്റെ അണ്ടറിലാണ്. ഇവിടെയാണ് കർണാടക ഗവൺമെൻറ്റിന് ഒരു ഗാർഡൻ ഉള്ളത്. അതിമനോഹരമായ വലിയൊരു ഗാർഡനാണ് കർണാടക ഗാർഡൻ. നമ്മളെ റോസ് ഗാർഡനേക്കാളും എത്രയോ ഇരട്ടി വലുപ്പമുള്ള അതിവിശാലമായ ഗാർഡൻ. പക്ഷേ നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് കുറേ സമയം ലേറ്റായിരുന്നു. അതുമാതിരി ഭയങ്കരമായ തിരക്കാണ്, ട്രാഫിക് ജാമായിരുന്നു. ട്രാഫിക് ബ്ലോക്ക് ആയതിനാൽ നമ്മൾ അവിടെ നിന്ന് വഴിയിൽ നിന്ന് നടന്നിട്ടാണ് ഗാർഡനിലേക്ക് വന്നത്. കുറച്ച് ദൂരം ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നമ്മൾ നടന്നതിന് ശേഷമാണ് ഗാർഡനിലെത്തിയത്. അപ്പോൾ അതിമനോഹരമായ വലിയൊരു ഗാർഡനാണ് കർണാടക ഗാർഡൻ. ഇതിനകത്ത് കയറാൻ എൻട്രി ഫീസ് 75 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് എൻട്രി ടൈമിങ്. വലിയൊരു ഗാർഡൻ തന്നെയാണ് ഇത്, അതിമനോഹരമായ ഗാർഡൻ.
വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഊട്ടി സന്ദർശിക്കാൻ ഒരുപാട് സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗാർഡനിലും ഒരുപാട് കുട്ടികൾ വന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായി, പാട്ട് പാടുന്നുണ്ടായി. നല്ല രസമായിരുന്നു അവരുടെ കൂടെയും നമുക്കും കൂടി കറങ്ങാൻ വേണ്ടിയിട്ട്. ചെടികളെല്ലാം വെട്ടിമിനിക്ക് നല്ല മതിൽ കണക്കെ അതിമനോഹരമായി ചെയ്തു വെച്ചിരിക്കുന്നു. ഗാർഡൻ അതിമനോഹരം തന്നെ കാണാൻ. ഒരു വലിയ നദി ഒഴുകി വരുന്ന കണക്കെ ചെടികളുടെ പൂക്കളുടെ മനോഹരമായ ദൃശ്യം. ഗാർഡൻ കണ്ട് നമ്മൾ നടന്ന് തളർന്ന് രാത്രിയാവാറായി കേട്ടോ. കർണാടക ഗാർഡനിൽ പുതുതായി ഉണ്ടാക്കാൻ പോകുന്ന വാട്ടർഫോൾസ് ഫൗണ്ടനല്ലാന്നത് അതിൻ്റെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കർണാടക ഗാർഡൻ്റെ സന്ദർശനം കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോകാമെന്ന്. സമയം രാത്രിയാവാനായി 6 മണി കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഊട്ടി സന്ദർശനം ഇവിടെ സമാപിക്കുകയാണ്. ഇനി നമ്മൾ റൂം പോയി റെഡിയായിട്ട് സുഹൃത്തിൻ്റെ വീട്ടിലാണ് നമുക്ക് ഡിന്നറുള്ളത്, അങ്ങോട്ടേക്ക് പോവാണ്. നമ്മൾ താമസ സ്ഥലത്തെത്താനായി ചാറിങ് ക്രോസിലുള്ളൊരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് താമസിക്കും. ഇപ്പോൾ രാത്രി നമുക്ക് ഡിന്നർ സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ റെഡിയായിട്ട് സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകും. ആണ് ഹോട്ടൽ കേട്ടോ. ഹോട്ടൽ ചാർ റിംഗ് ക്രോസ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. രാത്രി സ്റ്റേ ചെയ്യുന്ന ഈ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മളെടുത്ത റൂമിന് 2500 രൂപയാണ് ചാർജ്. 1500 രൂപേൻ്റെ റൂമുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ 3 പേരുള്ളതുകൊണ്ട് കുറച്ച് അതിന് കണക്കായിട്ടുള്ള റൂം എടുത്തതാണ്. ഇതാണ് റൂം. നമ്മൾ കുഴപ്പമില്ല, നല്ല സൗകര്യമുള്ള റൂമാണ്. 3 പേർക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഡിന്നറിന് പോകാൻ തയ്യാറാവുകയാണ്. പുള്ളിക്കാരൻ്റെ വീട്, ശരിക്കുള്ള വീട് ഇവിടെയല്ല, കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഈ പുള്ളി തൽക്കാലം ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ജോലിയുടെ ഭാഗമായി. അപ്പോൾ അവർ വാടക വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്വന്തം വീട് ഉണ്ട് കുറച്ച് ദൂരെയായിട്ടാണ്, ഒരു 10-20 കിലോമീറ്റർ അപ്പുറമായിട്ടാണ്. അപ്പോൾ അവരെ വാടക വീടാണിത്. ജേക്കബ് സാറും നമ്മളുമായിട്ട് ഒരു 10-20 വർഷം ഒരുമിച്ച് സർവീസ് ചെയ്തതാണ്. പുള്ളിക്കാരൻ ഒരു നല്ലൊരു ഹോക്കി പ്ലെയറാണ്, സർവീസസ് താരമാണ്, അടിപൊളി ഹോക്കി പ്ലെയറായിരുന്നു. 2 ആൺമക്കളാണ്. ഒരാൾ ജോലി ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ, IT സെക്ടറിലാണ്. ഒരാൾ പഠിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. സർവീസിലിരിക്കുമ്പോൾ അദ്ദേഹത്തിനായിട്ട് ഒരുപാട് പുരസ്കാരങ്ങൾ
ഭംഗിയായി ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നല്ല വെട്ടിത്തിളങ്ങുന്ന കപ്പുകളും മെഡലുകളെല്ലാം ആണ്. ഈ പുരസ്കാരങ്ങളെല്ലാം തന്നെ ഷോക്കേസിൻ്റെ മാറ്റ് കൂട്ടുന്നു. മക്കളുടെ ഫോട്ടോ എന്നെ കാണിച്ച് അവരെ എന്നെ പരിചയപ്പെടുത്തി. 2 കോട്ട് സൂട്ടിട്ടുള്ള 2 പയ്യന്മാർ. മേഡം കിച്ചണിൽ പൊരിക്കുന്നതും വറക്കുന്നതിൻ്റെയും ധൃതിയിലാണ്. അതുകൊണ്ടാണ് മേഡത്തിനെ പുറത്ത് കാണാത്തത്. വരുമ്പം എൻട്രൻസിലുണ്ടായിരുന്നു. അതിനുശേഷം കിച്ചണിലേക്ക് പോയതാണ്. അതിനുശേഷം പല പുരസ്കാരങ്ങൾ എന്നെ എടുത്ത് പരിചയപ്പെടുത്തുകയാണ്. പല സന്ദർഭങ്ങളിലായിട്ട് കിട്ടിയ പുരസ്കാരങ്ങളാണ് ഇവയൊക്കെ എന്ന്. അതിലിരിക്കില്ല 18 ഇത് ഹോട്ടൽ അല്ലേ. ഹോക്കി 90 ചമാന്ന്. ചിക്കനും മീനെല്ലാം വറക്കുന്ന സ്മെല്ല് കിട്ടിയപ്പോൾ തന്നെ ഭാര്യയും മോളും പെട്ടെന്ന് തന്നെ അടുക്കളയിൽ സ്ഥാനം പിടിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട്. അവർ വിളിച്ചോ ഇല്ലയോ എന്തോ ആവോ അവർ വേഗം സ്ഥലം പിടിച്ചിട്ടുണ്ട്. ജേക്കബ് സാറിൻ്റെ മേഡം ഇപ്പോഴും പ്രിപ്പറേഷനിൽ തന്നെയാണ്. പൊരിക്കോ വറക്കോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മീൻ, മുട്ട, ചിക്കൻ ഒന്നും വേണ്ട ഒരുപാട് ഐറ്റംസ്. ഇതെല്ലാം ആര് തിന്നു തീർക്കും ദൈവത്തിനറിയാം. ഫ്രൈഡ് റൈസ് ഉണ്ട്, ഇത് ചിക്കൻ ഉണ്ട്, മീനുണ്ട്, ഫിഷ് ഉണ്ട്, ബിരിയാണി ഭയങ്കരമായി പണ്ടി വെച്ചിരുന്ന ചപ്പാത്തി വേറെ ഉണ്ട്. ഇതെല്ലാം കഴിക്കുമോ മക്കളെ നിങ്ങൾ? ശരി സാറേ. ഇതാണ് മക്കളെ ഇന്നത്തെ നമ്മളെ രാത്രിയത്തെ വിഭവങ്ങൾ. ചിക്കൻ ഉണ്ട്. ചിക്കൻ എന്നാൽ ഇത് ലോലിപ്പോപ്പാ. ചിക്കൻ ഫിഷ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, സാറുണ്ട് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ സ്റ്റാർട്ടാക്കാം അല്ലേ. അപ്പം മുട്ടക്കറി വേറെ ഉണ്ട്. മുട്ടക്കറി വേറെ ഉണ്ട്. അയ്യോ മതിയായ വയറ് നിറഞ്ഞോ? അങ്ങനെ നമ്മള് ജേക്കബ് സാറിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഡിന്നർ നമ്മള് ജേക്കബ് സാറിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു രാത്രി. അടിപൊളിയായിരുന്നു. സൂപ്പർ ഭക്ഷണമായിരുന്നു കേട്ടോ. നല്ല ചിക്കനും മീനും, ചിക്കൻ ഫ്രൈ, മുട്ട ഒന്നും പറയണ്ട. അപ്പൊ നമ്മള് ഡിന്നർ കഴിഞ്ഞ് നമ്മള് യാത്ര തിരിക്കാന്ന്. നമ്മളിനി കണ്ണൂരേക്ക് വിളിച്ചിട്ടുണ്ട്. ഓക്കെ ശരി സാർ. ரொம்ப ரொம்ப താങ്ക്സ്. ഓക്കെ.